നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ CV ആനന്ദബോസ് സാറാണ്. നമസ്കാരം. രാഷ്ട്രീയമാണ് ഇന്ന് അടുത്ത വിഷയം. ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യ പാക് യുദ്ധ സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൈന്യത്തെ രാഷ്ട്രീയവത്കരിക്കുന്നുണ്ടോ എന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മുടെ സമൂഹത്തിൽ ചിലയിടത്തെങ്കിലും, വിശേഷം നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ദുഃഖകരമായ ഒരു പ്രവണതയാണ് സൈനിക നീക്കങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുക എന്നത്. നമ്മുടെ ധീര ജവാന്മാരെ മനസ്സാ വാച കർമ്മണ ഒരു വിവാദത്തിൽ കൊണ്ടെത്തിക്കുന്നത് തികച്ചും തെറ്റാണ്. ഇംഗ്ലണ്ടിൽ പറയാറുണ്ടായിരുന്നു, മൈ കൺട്രി റൈറ്റ് ഓർ റോങ്, ശരിയായാലും തെറ്റായാലും എൻ്റെ രാജ്യം. അതാണ് ദേശീയത, അതാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ ആത്മവിശ്വാസം. ഇതിൻ്റെ എല്ലാം തകർക്കാൻ വേണ്ടി തീവ്രവാദികളെ അഴിച്ചുവിട്ട പാകിസ്ഥാനെതിരെ ശക്തമായ നടപടി എടുക്കാൻ നാം തീരുമാനിക്കുകയും നമ്മുടെ സൈനികർ അത് ലോകത്തിൻ്റെ മുഴുവൻ പ്രശംസ പിടിച്ച് പറ്റത്തക്ക രീതിയിൽ അവരുടെ ദൗത്യം നിർവഹിക്കുകയും ചെയ്തു. നാം അഭിമാനിക്കേണ്ട സമയമാണിത്, അഭിമാനിക്കുക മാത്രം ചെയ്യേണ്ട സമയമാണിത്. കാരണം 21 വർഷങ്ങൾ നീണ്ടുനിന്ന ടെററിസം, തീവ്രവാദം, അത് വെറും 21 മിനിറ്റുകൾ കൊണ്ട് നിർത്താൻ നമ്മുടെ സൈനികർക്ക് കഴിഞ്ഞു. ചെറിയ കാര്യമല്ല. സൈനിക നടപടികൾക്കുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സൈന്യത്തിന് നൽകിയിരുന്നു എന്നതാണ്. ഇതൊരു നല്ല കാര്യമല്ലേ? സൈന്യം ഇവിടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി വിജയിച്ചു എങ്കിൽ അതിൻ്റെ മേന്മ മുഴുവൻ സൈന്യത്തിനാണ്. ശരിയും സൈന്യത്തിന് തന്നെയാണ്. അതിനായി തീരുമാനമെടുത്ത രാഷ്ട്രീയ നേതൃത്വത്തിനും പ്രധാനമന്ത്രിക്ക് പ്രത്യേകിച്ചും അഭിനന്ദനം അർപ്പിക്കേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ കാണുന്നത് എന്താണ്? ഇപ്പോൾ സൈന്യത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ നടത്തിയ സൈനിക നടപടി നടന്നിട്ടുണ്ടോ എന്നുവരെ സംശയിക്കുകയാണ് ചിലർ. ഇത്രയധികം ആക്ഷേപം ഒരു സൈന്യത്തിനുണ്ടാവുമോ? സൈന്യത്തോട് ചോദിക്കുകയാണ്, തെളിവ് വേണം. എന്ത് തെളിവ്? എത്ര പേരവിടെ മരിച്ചു എന്നതിന് തെളിവ് വേണം. സൈന്യത്തിൻ്റെ ജോലി കണക്കെടുപ്പാണോ? സൈന്യത്തിൻ്റെ ജോലി കണക്ക് തീർക്കുകയാണ്. അതവർ ചെയ്തു. അതുകൊണ്ട് അവരെ പൂവിട്ട് പൂജിക്കുകയാണ് വേണ്ടത്. അതിനെതിരായിട്ടുള്ള ഏതൊരു പരാമർശവും പിൻവലിക്കേണ്ടതാണ്. ഒരു കാര്യം നാം ഓർക്കണം, ഇതിനു മുൻപും ഇന്ത്യ യുദ്ധം നടത്തിയിട്ടുണ്ട്, യുദ്ധം ജയിച്ചിട്ടുണ്ട്. എല്ലാവരും ശ്രീ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ദിരാഗാന്ധി യുദ്ധം ജയിച്ചു, നമ്മുടെ അഭിമാനം ഉയർത്തി. പാകിസ്ഥാനിൽ നിന്നും പശ്ചിമ ബംഗാളിനെ അടർത്തിയെടുത്ത് ബംഗ്ലാദേശ് ഉണ്ടാക്കി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പിന്നീട് പാകിസ്ഥാൻ എന്ന പേര് തന്നെ മാറ്റി പാകിസ്ഥാൻ എന്നാക്കേണ്ടതാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ യുദ്ധം ജയിച്ചു, ബംഗ്ലാദേശ് സൃഷ്ടിക്കപ്പെട്ടു, എല്ലാവർക്കും സന്തോഷമായി, രാജ്യം അഭിമാനിച്ചു. അന്ന് പ്രതിപക്ഷത്തിരുന്ന വാജ്പേയി ഈ പ്രതിപക്ഷത്താണ് താൻ എന്നതൊന്നും വകവയ്ക്കാതെ ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്ന് വിളിച്ച് അഭിനന്ദിക്കുകയാണ് ഉണ്ടായത്. ഒരു യുദ്ധം വരുമ്പോൾ ഒന്നിച്ചു നിൽക്കണം. മൈ കൺട്രി റൈറ്റ് ഓർ റോങ്. നമ്മുടെ രാജ്യത്തിൻ്റെ സീമകൾ ലംഘിക്കപ്പെട്ടാൽ അമ്മയുടെ ഉടുവസ്ത്രം അഴിച്ചു മാറ്റിയതായി കണ്ട് ശക്തമായി തിരിച്ചടിക്കണമെന്ന്. ഇതല്ലേ ശ്രീ നരേന്ദ്രമോദി ചെയ്തത്? ഇതല്ലേ രാജ്യം ആഗ്രഹിക്കുന്നത്? ഇതല്ലേ നമ്മുടെ സൈനികർ ചെയ്തത്? അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു സാഹചര്യത്തിലും, തിരഞ്ഞെടുപ്പ് അടുക്കാറായിരിക്കുകയാണ്, രാഷ്ട്രീയമായ ചൂട് എനിക്ക് മനസ്സിലാവും, പക്ഷേ ഒരിക്കലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നമ്മുടെ സൈന്യത്തെ ഒരിക്കലും വലിച്ചിഴയ്ക്കാൻ പാടില്ല. ജയ് ജവാൻ എന്ന് പറയുന്നത് പോലും അപമാനകരമാണ് എന്ന നിലയിലേക്ക് ചിലർ ശബ്ദിക്കുന്നു. ഇത് ശരിയല്ല. നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്ന, നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന നമ്മുടെ സൈനികരെ ഒരു സാഹചര്യത്തിലും രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് തൊട്ടടുത്ത പാകിസ്ഥാനിലേക്ക് നോക്കുക. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം, ഇന്ത്യയിൽ രാഷ്ട്രത്തിന് ഒരു സൈന്യമുണ്ട്, പാകിസ്ഥാനിൽ സൈന്യത്തിന് ഒരു രാഷ്ട്രമുണ്ട്. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. മിസോറാം അഡ്വൈസറായി ഇരിക്കെ ജോലി രാജിവെച്ച് BJPയിലേക്ക് മാറുകയുണ്ടായി. എന്തായിരുന്നു ഇതിലെ പ്രചോദനം? പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹവുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട്, അതും കൂടെ ഒന്ന് പങ്കുവയ്ക്കാമോ? നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കേൾപ്പുള്ള, ശക്തിയുള്ള, നിശ്ചയദാർഢ്യമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി
എന്ന എളിയവനായ എൻ്റെ വ്യക്തിപരമായ വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിൽ കയറാൻ തീരുമാനിച്ചത്. അഴിമതിരഹിതം വികസനഭരിതവുമായ ഒരു ഭരണമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, ഏതാണ്ട് 5 വർഷങ്ങളായി ശ്രീ നരേന്ദ്രമോദി കാഴ്ചവെച്ചിരിക്കുന്നത്. എല്ലാ രംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ കണ്ണു ചെല്ലുന്നുണ്ട്. സാമ്പത്തിക രംഗത്ത് മേന്മയുണ്ടാക്കാൻ, സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യാൻ, എല്ലാവർക്കും പാർപ്പിടം നൽകാൻ, തൊഴിൽ നൽകാൻ, അതുപോലെ തന്നെ സ്വച്ഛ ഭാരതം എന്നൊക്കെ പറയുമ്പോൾ ചിലർക്കൊക്കെ പുച്ഛഭാരതമായി മാറിയിട്ടുണ്ട്. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലേക്കല്ലേ അദ്ദേഹം കണ്ണോടിച്ചത്? 39% ആളുകൾക്ക് മാത്രമേ ശൗചാലയങ്ങൾ ഈ രാജ്യത്തുണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ 90%-ലേറെയായി മാറി. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ മുഴുവൻ ഈ മോഡലിനെ പ്രശംസിക്കുകയാണ്. അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി, അതുപോലെ അഴിമതിയില്ലാത്ത ഒരു പ്രധാനമന്ത്രി, ഇങ്ങനെയുള്ളൊരു പ്രധാനമന്ത്രി തുടങ്ങിവെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാൻ അദ്ദേഹം ഇനിയും ഒരു വട്ടം കൂടിയെങ്കിലും തുടരേണ്ടതുണ്ട് എന്ന് വ്യക്തിപരമായി എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചത്. മറ്റ് 1-2 കാരണങ്ങൾ കൂടിയുണ്ട്. ഈ ഇമ്മീഡിയറ്റ് പ്രൊവൊക്കേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ ഒരിക്കൽ ടെലിവിഷൻ വെച്ചപ്പോൾ എൻ്റെ അമ്മയെ തെരുവിൽ കണ്ടു. ഇത് ഞാനിതിന് മുൻപും പറഞ്ഞതാണ്. കാരണം എൻ്റെ അമ്മ 20 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വിട പറഞ്ഞ ആളാണ്. പക്ഷേ എൻ്റെ അമ്മയെ തെരുവിൽ കണ്ട്, ശരണം വിളിച്ചുകൊണ്ട് തെരുവിൽ കണ്ടു. എൻ്റെ അമ്മ, എല്ലാവരുടെയും അമ്മ. അമ്മമാർ തെരുവിൽ ഇറങ്ങിയാൽ സമൂഹത്തിൽ ജീർണത വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം. അതുകൊണ്ട് ഏത് പാർട്ടിയിൽ നിന്നാലും ഞാൻ അമ്മമാരുടെ കൂടെയാണ്. അമ്മമാരെ തെരുവിൽ ഇറക്കി വിട്ട് ആക്ഷേപിച്ച്, അപഹസിച്ച് അവരുടെ മേൽ കുറ്റം ചുമത്തുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തെ ഒരിക്കലും ഏത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലായാലും അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാനൊരു എളിയ വ്യക്തിയാണ്. പക്ഷെ ഞാനൊരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു സാധാരണ വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ഗ്രാമീണരുടെ വികാരം എന്താണ് എന്ന് എനിക്കറിയാം. ഞാൻ അവരിൽ ഒരുവനാണ്. ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച് മലയാളം മീഡിയത്തിൽ പഠിച്ച് എങ്ങനെയോ ഭാഗ്യം കൊണ്ട് IAS കയറിക്കൂട്ടിയ ഒരാളാണ്. സാധാരണക്കാരെ അവഗണിക്കുന്ന, സാധാരണക്കാരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യയശാസ്ത്രത്തെയും ആ പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഒരു ഗവൺമെൻറ്റിനെയും അംഗീകരിക്കാൻ ആവില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ പ്രളയകാലത്ത് ഞാനൊരു കാഴ്ച കണ്ടു, നാം എല്ലാം ഒരു കാഴ്ച കണ്ടു. നമ്മുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി വന്നത് ആരാണ്? മത്സ്യത്തൊഴിലാളികളാണ്. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഓഖി ദുരന്തം സംഭവിച്ചപ്പോൾ ഏതാണ്ട് 180ഓളം മത്സ്യത്തൊഴിലാളികൾ, സഹോദരന്മാർ മരിച്ചു വീണപ്പോൾ അവരെ സഹായിക്കാൻ നമ്മെക്കൊണ്ടായില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഓഖി ദുരന്തത്തിന് ശേഷം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമായി ഇന്ത്യയിൽ ആദ്യമായി ഒരു മത്സ്യത്തൊഴിലാളി വകുപ്പ് തുടങ്ങി എന്നറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു മോഹം, എന്നെക്കൊണ്ടാവാൻ സാധിക്കാൻ പറ്റാത്തൊരു മോഹം, നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ഇതാ ഒരു അവസരം വന്നിരിക്കുന്നു. ഇതൊക്കെ ചേർത്ത് വെച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ എളിയവനായി ഞാൻ ഒരു തീരുമാനം എടുത്തത്. ഒരിക്കൽ പോലും പാർട്ടിയിലേക്ക് കയറി വരാനായിട്ട് പ്രധാനമന്ത്രിയുടെ യാതൊരു വിധ പിന്തുണയുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊരു ചർച്ചയിൽ, ജനങ്ങൾ ധാരാളം ആളുകൾ കാണുന്ന ചർച്ചയിൽ സത്യമായി തന്നെ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ബഹുമാനപ്പെട്ട അന്ന് അദ്ദേഹം പ്രധാനമന്ത്രി ആയിട്ടില്ല, അദ്ദേഹമാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. പിന്നീട് കൂടിക്കാഴ്ച നടന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ്, ഗാന്ധിനഗറിൽ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, തിരഞ്ഞെടുപ്പിൽ നിൽക്കണം. എന്തുകൊണ്ട് നിൽക്കണം എന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ യുക്തിയും അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു, എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് നന്ദി പറഞ്ഞു. എങ്കിലും ഞാൻ ഒരു തിരഞ്ഞെടുപ്പിൽ നിൽക്കാൻ മാനസികമായി ഒരു തയ്യാറെടുപ്പ് എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് നന്ദിപൂർവ്വം ഞാൻ പറഞ്ഞ് ഒഴിഞ്ഞു. അദ്ദേഹം എന്നെ സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനും പുതിയ സ്കീമുകൾ കൊണ്ടുവരാനും ഒക്കെ എനിക്ക് ദൈവം ഒരു ഇത് തന്നിട്ടുണ്ട്. അതുപോലെ ചില കാര്യങ്ങൾ അങ്ങേക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് സന്തോഷമുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു. ചില കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്നാണ് സബ്കോ മകാൻ സസ്താ മകാൻ. ഈ നിർമ്മിതി കേന്ദ്രത്തിൻ്റെ ലായിരുന്നതുകൊണ്ട് ചിലവ് കുറഞ്ഞ വീടുകൾ കൊടുത്ത് എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്നൊരു നിർദ്ദേശം വെച്ചു. അത് അദ്ദേഹം സ്വീകരിച്ചു. ഇപ്പോഴത് നടപ്പാക്കി വരുന്നു. ഞാനീ പറഞ്ഞതിനർത്ഥം ഞാൻ നിർദ്ദേശിച്ചതുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത് എന്നല്ല. ഞാൻ നിർദ്ദേശിച്ചില്ല, മറ്റാരെങ്കിലും നിർദ്ദേശിക്കുമ്പോൾ എങ്കിലും ഒരു നിമിത്തം എന്ന നിലയിൽ നമ്മുടെ പ്രധാനമന്ത്രിയുമായി
അടുക്കാനുള്ളൊരു അവസരം എനിക്കുണ്ടായത് പിന്നെ പല ഘട്ടങ്ങളിലായി കേരളത്തിന് വേണ്ടി ഒരു വ്യത്യസ്തതയുള്ള, കേരള തനിമ ഉൾക്കൊള്ളുന്ന, കേരളത്തിൻ്റെ ആത്മാവ് ത്രസിക്കുന്ന ഒരു കർമ്മ പദ്ധതി ഉണ്ടാക്കാൻ പറഞ്ഞു. ആ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഞാനായിരുന്നു. അതുണ്ടാക്കി കൊടുത്തു. പ്രധാനമന്ത്രി അത് കേട്ടു. അദ്ദേഹത്തിന് വളരെ തൃപ്തിയായി. ഇതുപോലെ ദേശീയമായിട്ടുള്ള സ്കീമുകളും മാറ്റാമോ എന്ന് ചോദിച്ചു. എൻ്റെ എളിയ തോതിൽ കഴിവ് അനുസരിച്ച് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങനെ പല പല ഘട്ടങ്ങളിലായി അദ്ദേഹവുമായി അടുത്തോ അകലെയോ നിന്ന് കാണാനും ഒക്കെയുള്ള അവസരം എനിക്കുണ്ടായി. ഇതിൽ നിന്നെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി വളരെ മെച്ചപ്പെട്ടതാണെന്നും, നിസ്വാർത്ഥനായ പ്രധാനമന്ത്രി, കഠിനാധ്വാനായ പ്രധാനമന്ത്രി, ലോക രാജ്യങ്ങളുടെ എല്ലാം അഭിമാനം ബഹുമാനം തേടിയ പ്രധാനമന്ത്രി, ജനങ്ങളെ സ്നേഹിക്കുന്ന പ്രധാനമന്ത്രി, ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയുടെ കൂടെ നിൽക്കേണ്ടത് എളിയവനായ എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ രാജ്യസ്നേഹമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ആചാരമാണോ അതോ സ്ത്രീ സ്വാതന്ത്ര്യമാണോ വേണ്ടത്, ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ശബരിമലയിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഭക്തിയും യുക്തിയും തമ്മിലുള്ള വൈരുദ്ധ്യാത്മകമായ ഏറ്റുമുട്ടലാണ്. ഭക്തി വേറെ, യുക്തി വേറെ. നമുക്ക് ഭക്തിയും വേണം, യുക്തിയും വേണം. രണ്ടും സമാധാനപരമായി സഹവർത്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഭക്തിയെ യുക്തിയുടെ അളവുകൾ കൊണ്ട് അളക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. ഇവിടെ കാതലായ പ്രശ്നം എന്താണ്? സുപ്രീം കോടതി ഒരു വിധി തന്നു. പരമോന്നത നീതിപീഠത്തിൻ്റെ വിധി നാം എല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്, അനുസരിക്കുകയും വേണം. ഇപ്പോൾ അത് വീണ്ടും പുനഃപരിശോധിക്കപ്പെടുകയാണ്. ഇതിനിടയിൽ സുപ്രീം കോടതി തന്നത് 10നും 50നും ഇടയ്ക്കുള്ള യുവതികൾക്കും ഈ ശബരിമലയിൽ പ്രവേശിക്കാം എന്നാണ്. പ്രവേശിപ്പിച്ചിരിക്കണം, പ്രവേശിപ്പിച്ച റിപ്പോർട്ട് തരണം എന്നൊന്നും പറഞ്ഞ് ഒരു ഡിക്ലറേറ്ററി ജഡ്ജ്മെൻ്റാണ്. ഇനി ഈ അവകാശം കിട്ടിയ അമ്മമാർ, അത് അവരും സ്ത്രീകളല്ലേ? ഈ അവകാശം കിട്ടിയ സ്ത്രീകൾ ആരും സംഘടിതമായോ ഒറ്റയ്ക്കോ പെട്ടയ്ക്കോ ശബരിമലയിൽ കയറാൻ തുനിഞ്ഞില്ലല്ലോ. ബൃന്ദ കാരാട്ട് പറഞ്ഞു. ബൃന്ദ കാരാട്ടിനെ പോലുള്ളൊരു മഹനീയ നേതാവ് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ അവകാശമുണ്ട്, ആ അവകാശം നിലനിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ മറ്റുള്ളവരുടെ ഭക്തിയെ ഞങ്ങൾ മാനിക്കുന്നു എന്ന് പറഞ്ഞതാണ്. അതാണ് സമന്വയത്തിൻ്റെ ഭാഷ. ഇവിടെ ആരുടേതാണ് പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം സ്ത്രീകളുടെ പ്രശ്നമല്ലേ? സ്ത്രീകളെ അത് പരിഹരിച്ചല്ലോ, അമ്മമാർ പരിഹരിച്ചല്ലോ. അപ്പുറത്തുള്ള അമ്മമാരും ഇപ്പുറത്തുള്ള അമ്മമാരും അവരൊരു സമവായത്തിലെത്തി. അവർ ഒരിക്കലും ഞങ്ങളുടെ പേരിൽ, അമ്മമാരുടെ പേരിൽ, സ്ത്രീ സമത്വത്തിൻ്റെ പേരിൽ ഈ രാജ്യത്ത് ഞങ്ങളുടെ മക്കൾ പരസ്പരം തല്ലിച്ചാകരുത് എന്നൊരു തീരുമാനം മാതൃത്വത്തോടുകൂടി മനുഷ്യത്വത്തോടുകൂടി നമ്മുടെ അമ്മമാർ സ്വീകരിച്ചല്ലോ. പിന്നെ എന്തിനാണ് രാവിൻ്റെ മറവിൽ വേഷപ്രച്ഛന്നരായി എന്തിനാണ് അവിശ്വാസികളെ വിശ്വാസികളുടെ ഏറ്റവും വലിയ സങ്കേതമായ വിശ്വാസത്തിൻ്റെ പ്രതീകമായ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത്? ഇതൊരു ഭരണാധികാരി ചെയ്യേണ്ട കാര്യമാണോ? രാജധർമ്മം എന്നൊന്നുണ്ട്. ഇന്ന് രാജാവില്ല, ഭരണാധികാരിയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെയാണ് രാജാക്കന്മാർ. എനിക്ക് വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ഒരു വിപ്ലവ നേതാവ് എന്ന നിലയിൽ ഇന്നത്തെ കേരള മുഖ്യമന്ത്രിയുടെ ആദരവൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ശബരിമല പ്രശ്നം കൈകാര്യം ചെയ്ത രീതി തെറ്റായിപ്പോയി. സമന്വയത്തിലൂടെ മാത്രം പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് മുൻപും ഇവിടെ വിപ്ലവ കക്ഷികളുടെ ആദരണീയരായ നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ. ഇവിടെ മാറാട് സംഭവമുണ്ടായി, അതൊരു പൊട്ടിത്തെറിയിൽ എത്തിച്ചില്ല. നിലയ്ക്കൽ സംഭവമുണ്ടായി, അതും ഒരു പൊട്ടിത്തെറിയിൽ എത്തിയില്ല. അപ്പോൾ ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് സാമൂഹ്യ പ്രശ്നങ്ങളെ അവധാനതയോടെ കൈകാര്യം ചെയ്ത് സംഘർഷത്തെ സംഘട്ടനമായി മാറ്റാൻ ശ്രമിക്കരുത്. ഇവിടെ സൈലൻറ്റ് മജോറിറ്റി എന്നൊന്നുണ്ട്, നിശബ്ദ ഭൂരിപക്ഷം. ഈ നിശബ്ദ ഭൂരിപക്ഷത്തിന് ജീവിക്കാനുള്ള അവകാശമുണ്ട്, സ്വൈരതയ്ക്കുള്ള അവകാശമുണ്ട്. ഈ സ്വൈരത വരുത്തേണ്ടത് ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് തന്നെ എന്തിനായിട്ടാണ് സമൂഹത്തിൽ സ്പർദ്ധയും വൈരാഗ്യവും അക്രമവും അഴിച്ചുവിടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇത് എൻ്റെ മനസ്സിനെ തട്ടിയൊരു കാര്യമാണ്. അമ്മമാരുടെ ഒപ്പമാണ് ഞാൻ. അമ്മമാരുടെ കണ്ണുനീർ വീഴാൻ പാടില്ല. അങ്ങനെ കണ്ണുനീർ വീഴാൻ തുടച്ചു മാറ്റാനുള്ള, അവരെ പുഞ്ചിരിയിലേക്ക് മാറ്റാനുള്ള ദൗത്യം നമുക്കെല്ലാമുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്ന അമ്മമാരുടെ പക്ഷത്തു നിന്ന് ശിഷ്ടജീവിതം ചിലവഴിക്കണം എന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ആ പക്ഷത്തേക്ക് വന്നത്. ഞാൻ പൂർണ്ണമായും വിശ്വാസികളുടെ പക്ഷത്താണ്. അല്പം ക്ഷമിക്കുക.
സുപ്രീം കോടതി തന്നെ നേരത്തെ ഇട്ട വിധിയിൽ എന്തോ ചില അപാകതകൾ ഉണ്ടായേക്കാം എന്ന് കണ്ടതുകൊണ്ടാണല്ലോ പുനഃപരിശോധനയ്ക്ക് സമ്മതിച്ചത്. അല്പം ക്ഷമ കാട്ടൂ, അമ്മമാർ കാട്ടിയതുപോലെ ക്ഷമ കാട്ടൂ, അമ്മമാരെ വന്ദിക്കൂ. ഭരണാധികാരികൾ ഒരു മാതൃവന്ദനം നടത്തി തൽക്കാലം ഇതിൽ നിന്ന് പിന്മാറുക. നമുക്ക് സമാധാനവും ശാന്തിയും ഒക്കെ കൈവരും. സ്വാമി ശരണം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് എനിക്ക് ഇത്തരണത്തിൽ പറയാനുള്ളൂ. പുതുതലമുറയിലെ കുട്ടികളിൽ രാഷ്ട്രീയം കുത്തി നിറയ്ക്കുമ്പോൾ അവിടെ നഷ്ടമാകുന്നത് കേരളത്തിലെ അമ്മമാർക്കാണ്. ഇപ്പോഴത്തെ അക്രമ രാഷ്ട്രീയത്തെപ്പറ്റി എങ്ങനെ വിലയിരുത്തുന്നു? വളരെ നൊമ്പരം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ അക്രമ രാഷ്ട്രീയം. ഏത് രാഷ്ട്രീയ കക്ഷി ആയിക്കൊള്ളട്ടെ, നമ്മുടെ കുട്ടികൾ 15, 20, 25 പ്രായമുള്ള യുവാക്കൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവരുടെ വസന്തകാലത്ത് തന്നെ പൊലിഞ്ഞു പോകുന്നു എന്ന് പറയുന്ന കഷ്ടമാണ്. ടെലിവിഷനിലൊക്കെ കുഞ്ഞുങ്ങൾ പോലീസിൻ്റെ തല്ലുകൊണ്ട് വരുമ്പോൾ, ചോര ഒലിപ്പിച്ച് വരുമ്പോൾ ഞങ്ങളാരും നമ്മളാരും അതെൻ്റെ കുഞ്ഞുങ്ങളല്ലല്ലോ എന്ന് പറയാറില്ല. ഏത് കുഞ്ഞുങ്ങൾ തല്ലുകൊണ്ടാലും നമുക്കിത് സങ്കടമാണ്. അങ്ങനെയാണ് വെറും രാഷ്ട്രീയത്തിന് വേണ്ടി കുട്ടികളെ നിരത്തിലിട്ട് കൊന്നുകളയുക എന്ന് പറയുന്നത്. അതിനുശേഷം അതിനെ ന്യായീകരിക്കുകയും ചെയ്യുക. ഇതിന് മൃഗീയമെന്ന് വിശേഷിപ്പിച്ചാൽ മൃഗങ്ങൾക്ക് കൂടി അപമാനകരമാണ്. നഷ്ടം ഇവിടെ ആർക്കാണ്? നഷ്ടം അമ്മമാർക്ക് മാത്രമാണ്. മകൻ നഷ്ടപ്പെട്ടാൽ നെഞ്ചുരുകുന്നത് അമ്മമാർക്ക് മാത്രമാണ്. എല്ലാ യുദ്ധങ്ങളും ഇങ്ങനെയല്ലേ? ഈ തെരുവ് യുദ്ധം മാത്രമല്ല, ഇതിനേക്കാൾ വലിയ യുദ്ധങ്ങൾ, മഹാഭാരത യുദ്ധം. ഈ മഹാഭാരത യുദ്ധം അതിൽ ബന്ധപ്പെട്ട കുന്തിക്കും ഗാന്ധാരിക്കും വിട്ടു കൊടുത്തിരുന്നെങ്കിൽ തോന്നുന്നുണ്ടോ സ്വന്തം മക്കൾ പടവെട്ടി ചാവട്ടെ എന്നവർ തീരുമാനിക്കുമായിരുന്നുവെന്ന്? അമ്മമാരുടെ ദുഃഖം ആരും ഒരിക്കലും കാണുന്നില്ല. ഇന്നത്തെ നവരാഷ്ട്രീയ രംഗത്ത് അക്രമ രാഷ്ട്രീയം ഒരു ആശാസ്യമായ കാര്യമാണ് എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് കഷ്ടം. ചോര വീണ് മരിച്ച ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മുടെ ഇപ്പോഴത്തെ പുതുതലമുറയെ എങ്ങനെ മാറ്റിയെടുക്കാം? അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അഡ്വൈസ് എന്തെങ്കിലും സാർ നൽകാൻ കഴിയുമോ? അങ്ങനെ നവതലമുറ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷൻ. ഈ ന്യൂ ജനറേഷൻ ഒന്നിലും ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് കുടുംബ ബന്ധങ്ങളിൽ താല്പര്യമില്ല. അവർ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ പിന്നാലെ പോകുന്നു. അവർ ചുറ്റുപാടും നടക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല. അവരെല്ലാം അറിയുന്നുണ്ട്. നവതലമുറ എല്ലാം അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ ക്ലിക്ക് മതി ഈ പ്രസ്ഥാനങ്ങൾ, ഈ അവസ്ഥയെല്ലാം മറിയും. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഞാൻ സ്വപ്നം കാണുന്നതാണ്. നവതലമുറ കേരളം ഭരിക്കണം. നവതലമുറ രാഷ്ട്രീയത്തിൽ വരണം. നവതലമുറ വരച്ച വരയിൽ നമുക്ക് നിന്നു കൊടുക്കണം. ഭരണം എന്താണെന്ന് അവർ കാണിച്ചു തരും. മുല്ലപ്പൂ വിപ്ലവം എന്നൊന്നുണ്ടല്ലോ. 30 വർഷത്തിലധികമായ ഭരണം ഈജിപ്തിൽ തൂത്തെറിഞ്ഞ ഒരൊറ്റ ക്ലിക്കിലാണ് അവിടെ നവതലമുറ കാട്ടിക്കൊടുത്തത്. ഞങ്ങളെല്ലാം കാണുന്നു, ഞങ്ങൾക്കെല്ലാം ചെയ്യാൻ അറിയാമെന്ന്. അതുകൊണ്ട് എനിക്ക് നവതലമുറയിൽ വലിയ വിശ്വാസമാണ്. അവരത് ചെയ്യും, അവരത് കാണുന്നുണ്ട്. ഈ അക്രമ രാഷ്ട്രീയം, അഴിമതി രാഷ്ട്രീയം ഇതെല്ലാം തൂത്തെറിഞ്ഞ് നവതലമുറ നമ്മെ പഠിപ്പിക്കും. ഇന്നൊരു ശൈലിയുണ്ടല്ലോ, ഇന്ന് രണ്ട് കൂട്ടരും, രണ്ട് ഭരണ കക്ഷികളായാലും ഭരണ സംവിധാനങ്ങളായാലും കൂട്ടുകെട്ടുകളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അഴിമതി കാട്ടിച്ച് അഴിമതി നീതീകരിക്കുന്നു. അവർ ഭരണത്തിൽ മാറി വരുന്നു, പരസ്പരം സഹായിക്കുന്നു. വളരെ ലളിതമായി പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് വൈറലായൊരു പാട്ടുണ്ടല്ലോ, എൻ്റെ അമ്മയുടെ ജിമിക്കിയും കമ്പലും എൻ്റെ അപ്പൻ കട്ടുകൊണ്ട് പോയി എന്ന് UDF പറയും. മറ്റവർ ഉടനെ ഒന്ന് പറയും, എൻ്റെ അപ്പൻ്റെ വിസ്കി കുട്ടിയോ ബ്രാൻഡി കുട്ടിയോ എൻ്റെ അമ്മ അടിച്ചു തീർത്തു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. ഇതൊക്കെ നമ്മുടെ കണ്ണിൽ മണ്ണിടാനാണ് എന്ന് യുവതലമുറ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് യുവതലമുറ അധികാരം പിടിച്ചെടുക്കണം. ഒരു 30 വയസ്സുകാരൻ മുഖ്യമന്ത്രിയും 18 വയസ്സിന് മുകളിലുള്ള മന്ത്രിമാരും ഭരിക്കുന്ന കേരളത്തിൽ ഒരു നിമിഷമെങ്കിലും ജീവിച്ചിട്ട് മരിച്ചാൽ മതി എന്നാണ് എൻ്റെ ആഗ്രഹം. വേർഡ്സ്വർത്ത് പറഞ്ഞല്ലോ ഫ്രഞ്ച് വിപ്ലവകാലത്ത്, ബ്ലിസ് വാസ് ഇറ്റ് ടു ബി എലൈവ് ഇൻ ദോസ് ഡേയ്സ് ബട്ട് ടു ബി യങ് വാസ് വെരി ഹെവൻ എന്ന്. എനിക്ക് നവതലമുറയുള്ള വിശ്വാസവും ഇത് തന്നെയാണ്. രാഷ്ട്രീയത്തിൽ കേരളത്തിൽ വരേണ്ട പ്രധാന മാറ്റം എന്താണ്? എപ്പോഴെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി സ്വന്തം നിലപാട് മാറ്റിയിട്ടുണ്ടോ? സർക്കാർ ഉദ്യോഗസ്ഥൻ ആയിരുന്ന വേളയിൽ എൻ്റെ ചുമതല മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ നയപരിപാടികൾ നടപ്പാക്കുക എന്നതാണ്. ഈ നയപരിപാടികൾ രൂപീകരിക്കുന്ന വേളയിൽ അതിൻ്റെ വരുംവരായികൾ മന്ത്രിമാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന ചുമതലയും IAS ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. ചില കാര്യങ്ങളിൽ നാം പറയുന്ന ഉപദേശം
രാഷ്ട്രീയ നേതൃത്വം സ്വീകരിച്ചു എന്ന് വരാം. ചില കാര്യങ്ങളിൽ നാം കൊടുക്കുന്ന ഉപദേശം തള്ളിക്കളഞ്ഞു എന്നും വരാം. നമ്മുടെ ഉപദേശം സ്വീകരിച്ചാൽ നയപരിപാടികൾ ശക്തമായി നടപ്പാക്കുക, നമ്മുടെ ഉപദേശം തിരസ്കരിച്ചാൽ ആ നയപരിപാടികൾ കൂടുതൽ ശക്തമായി നടപ്പാക്കുക. ഇതാണ് ഒരു സിവിൽ സർവൻ്റെ ധർമ്മം. ഇത് ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല. മഹാഭാരത കാലത്തെ സിവിൽ സർവൻസ് ഉണ്ടല്ലോ, ഭീഷ്മർ, ദ്രോണർ, കൃപാചാര്യർ, വിതുരർ, ഇവരൊക്കെ അന്നത്തെ സിവിൽ സർവൻസാണ്. അവരൊക്കെ അന്നത്തെ ഭരണാധികാരി രാഷ്ട്രീയ നേതൃത്വത്തോട്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനോട് പറഞ്ഞു, നിങ്ങൾ കള്ളച്ചൂതിന് അനുമതി നൽകിയത് തെറ്റാണ്. അവസാനം അന്ധനായ ഭരണാധികാരി മഹാഭാരത യുദ്ധത്തിന് അനുമതി നൽകിയപ്പോൾ അതും തെറ്റാണ് എന്ന് ഈ ഉപദേഷ്ടാക്കൾ പറഞ്ഞു. പക്ഷേ അവരുടെ ഉപദേശം തള്ളപ്പെട്ടു. അവരാരും രാജാവിനെ ധിക്കരിച്ച് പോവുകയല്ല ചെയ്തത്. അവർ രാജ്യത്തിൻ്റെ നയപരിപാടികൾ അനുസരിച്ച് യുദ്ധത്തിൽ പങ്കെടുത്തു. അതാണ് സിവിൽ സർവൻ്റെ ധർമ്മം. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ, അത് ജനങ്ങൾ ആണ് അവരെ അധികാരത്തിൽ എത്തിച്ചത്. ജനാധിപത്യത്തിൽ പരമാധികാരം ജനങ്ങൾക്കാണ്, സോവറിറ്റി അത് ജനങ്ങൾക്കാണ്. അതുകൊണ്ട് ജനപ്രതിനിധികൾ തിരഞ്ഞെടുത്ത മന്ത്രിസഭ രൂപീകരിക്കുന്ന നയപരിപാടികൾ മുഖം നോക്കാതെ നടപ്പാക്കുക എന്നത് മാത്രമാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ജോലി എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് അങ്ങ് ചോദിച്ച പോലെ അന്ന് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എടുത്ത തീരുമാനം ഇപ്പോൾ മാറ്റേണ്ടി വരും. ഇന്ന് ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനല്ല, ഇന്ന് ഞാനൊരു സ്വതന്ത്ര പൗരനാണ്, ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗവുമാണ്. അതുകൊണ്ട് ഇപ്പോഴെടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ അന്ന് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എടുത്ത തീരുമാനങ്ങളിൽ നിന്നും വ്യത്യാസമായിരിക്കാം. ഇനി അങ്ങ് ചോദിച്ച ഒരു കാര്യം, കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അഴിമതി ഇല്ലാതാവുകയാണ്. അഴിമതി ഇല്ലാതാക്കുക, തിരഞ്ഞെടുത്ത ജനങ്ങളുടെ പ്രതിബദ്ധത കാണിക്കുക, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുക, അതാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ മനസ്സ് തുറന്നിടുന്ന ഭരണാധികാരികൾ വന്നാൽ കേരളത്തെ രാഷ്ട്രീയം സംശുദ്ധമാകും. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഭരണം പാടില്ല. അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി അല്ലാത്ത ഒരു കാര്യവും നാം ചെയ്യരുത്. അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് അറിയാം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വേളയിൽ ഗാന്ധിജി തിരുവനന്തപുരത്തെത്തി. അന്ന് ദിവാൻ ഊറ്റം കൊണ്ട് പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും പുരോഗമനപരമായ നിയമമാണ് ഇത് എന്ന്. അയിത്തത്തിനെതിരെ എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി നൽകി. ഗാന്ധിജി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇതിൻ്റെ പ്രയോജനം ഇവിടുന്ന് നായാടികൾക്ക് കിട്ടുമോ എന്ന്. വളരെ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഏത് നിയമമുണ്ടാക്കിയാലും ഏത് നയപരിപാടികൾ സ്വീകരിച്ചാലും ശരി, സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ളവൻ അതിൻ്റെ പ്രയോജനം കിട്ടുന്നില്ല എങ്കിൽ ആ നിയമം കൊണ്ട് ആർക്കും പ്രയോജനമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, സ്പീഡ് ഓഫ് ദ ഫ്ലീറ്റ് ഈസ് എ സ്പീഡ് ഓഫ് ദ ലാസ്റ്റ് ബോട്ട്. ഒരു കപ്പൽ വ്യൂഹത്തിൻ്റെ വേഗത ഏറ്റവും ഒടുവിലത്തെ കപ്പലിൻ്റെ വേഗതയെ ആശ്രയിച്ചിരിക്കും. സാധാരണ ജനങ്ങളെ, ദരിദ്ര നാരായണന്മാർ എന്ന് പറയുന്ന, ടഗോർ ലോവസ്റ്റ് ലോവലിയസ്റ്റ് ആൻഡ് ദ ലീസ്റ്റ് എന്ന് പറയുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റിന് രാഷ്ട്രീയമായ ന്യായീകരണമില്ല. ആ ഒരു മാറ്റം ഉണ്ടാകും എന്നാണ് എൻ്റെ ശുഭപ്രതീക്ഷ. ഉത്തരേന്ത്യൻ രാഷ്ട്രീയവും ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശ്രീ പിണറായി സർക്കാരിൻ്റെ ഭരണത്തോട് യോജിക്കുന്നുണ്ടോ? ശ്രീ പിണറായി സർക്കാരിൻ്റെ ഭരണത്തോട് യോജിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഒരു രാഷ്ട്രീയ കക്ഷിയിൽ ഇന്നലെ കയറിയ ഒരംഗം എന്ന നിലയ്ക്ക് എനിക്ക് അവകാശമോ യോഗ്യതയോ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഭരണത്തിൽ പല മുഖ്യമന്ത്രിമാരുടെ കൂടെ ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. ശ്രീ കെ കരുണാകരൻ്റെ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം ശ്രീ നായനാരനെ തൊഴിൽ വകുപ്പിൻ്റെ സെക്രട്ടറി ആക്കി. അതിനുശേഷം വന്ന മന്ത്രിമാരുടെ കൂടെയും കേന്ദ്രത്തിൽ ശ്രീ ശരത് പവാർ, അതുപോലെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അങ്ങനെ പലരുടെ കൂടെ ജോലി ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഓരോ മുഖ്യമന്ത്രിമാർക്കും അവരുടെ പ്ലസ് ആൻഡ് മൈനസ് പോയിൻറ്റ്സ് ഒക്കെ കാണും. അതുപോലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവാണ്. ഈ പരിമിതികളെ അതിജീവിക്കാൻ കഴിയുന്നത് ഒരു നേതൃഗുണം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പലതും ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തോടുള്ള ഒരു വലിയ എതിരഭിപ്രായം അത് ശക്തമാണ് തന്നെ. ശബരിമല പ്രശ്നം കൈകാര്യം ചെയ്ത രീതിയിലാണ്. അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പലരും, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഒരിക്കൽ സമാധാനത്തിന് വേണ്ടി ലേഖനം എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു. അദ്ദേഹത്തിൻ്റെ ദേവസ്വം ബോർഡ് മന്ത്രി സമാധാനത്തിൻ്റെ ഭാഷ പറയുന്നത് കേട്ടു.
അന്ന് ഇദ്ദേഹം അവിടെ ഇല്ല, ഇദ്ദേഹം വിദേശത്താണ്. തിരിച്ചു വന്നതിന് ശേഷം അതൊക്കെ മാറി. അപ്പോൾ എന്തോ ഒരു പന്തികേട് ഉണ്ട്. ഈ ശബരിമല വിഷയത്തിൽ അദ്ദേഹം ചെയ്തത് തികച്ചും തെറ്റാണ് എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ ഈ ഒരു വേളയിൽ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. മറ്റൊരു സുദീർഘമായ ഒരു ചർച്ച വെച്ചാൽ നിശ്ചയമായും ഈ ഗവൺമെൻറ്റിനെ വിലയിരുത്താൻ ഞാനും ശ്രമിക്കാവുന്നതാണ്. ഇപ്പോൾ അണുശക്തി വകുപ്പിൽ ശാസ്ത്രജ്ഞന്മാരോട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീ മൻമോഹൻ സിംഗുമായി ഉണ്ടായ അനുഭവവും പ്രധാനമന്ത്രി സാറുമായിട്ടുള്ള അടുപ്പവും രണ്ടുപേരും തമ്മിലുള്ള വ്യക്തി വ്യത്യാസവും തമ്മിൽ ഒന്ന് പറയാമോ? സൂര്യചന്ദ്രന്മാർ തമ്മിൽ ഒരു താരതമ്യ പഠനം നടത്താമോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. ശ്രീ മൻമോഹൻ സിംഗ് നമുക്കറിയാം, അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന ആളല്ല. അദ്ദേഹം ലോകം ആദരിക്കുന്ന ഒരു ധനതത്വ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് തളർന്നു കിടന്ന ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള നടപടികൾ 80കളിൽ സ്വീകരിച്ചത് എന്നൊക്കെ നമുക്കറിയാം. 2 വട്ടം അദ്ദേഹം പ്രധാനമന്ത്രിയായി. എല്ലാവർക്കും അറിയാം, ഇത്ര ശുദ്ധഹൃദയനായ, ഇത്ര സത്യസന്ധനായ ഒരു പ്രധാനമന്ത്രി മറ്റ് പല രാജ്യങ്ങളിലും അന്നുണ്ടായിരുന്നില്ല. എങ്കിലും രാഷ്ട്രീയത്തിൻ്റെതായ അദ്ദേഹത്തിന് നിയന്ത്രണമില്ലാത്ത ചില കാരണങ്ങളാൽ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് അഴിമതിയുടെ പ്രതീകമായി മാറി. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. എനിക്ക് വ്യക്തിപരമായി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി എന്ന് പറയുന്ന വളരെ ഉയരത്തിലുള്ള ഒരു സ്ഥാനമാണ്. ഒരു സെക്രട്ടറി, ഗവൺമെൻറ് സെക്രട്ടറി എന്ന് പറഞ്ഞ പദവിയിൽ എനിക്ക് അദ്ദേഹത്തെ അടുത്തു നിന്നും അകലെ നിന്നൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അണുശക്തി വകുപ്പിൽ അത് എല്ലാ കാലവും അണുശക്തി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് പല കാര്യങ്ങളിൽ അദ്ദേഹവുമായി അടുത്ത് ഇടപെടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷവും അദ്ദേഹം എന്നെ നാഷണൽ മ്യൂസിയത്തിൻ്റെ തലവനായി വെച്ചു. അദ്ദേഹത്തോട് എനിക്ക് നന്ദിയുണ്ട്. ഈ അടുത്ത കാലത്ത് ആരോ ഒരു പുസ്തകം എന്നെക്കുറിച്ച് എഴുതിയപ്പോൾ ശ്രീ മൻമോഹൻ സിംഗ് അദ്ദേഹം ഞാൻ ചെയ്ത ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തിരുന്ന് അതിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വലിയ നന്ദിയുണ്ട്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ശരിയായ അർത്ഥത്തിൽ ഇദ്ദേഹമാണ് പ്രധാനമന്ത്രി. ഒരു പ്രധാനമന്ത്രിയായാൽ ഇങ്ങനെ വേണം. പറഞ്ഞത് ചെയ്യും, ചെയ്യാവുന്നത് മാത്രമേ പറയുകയുള്ളൂ. തൻ്റെ ഇടമായിട്ട് കാര്യങ്ങൾ ചെയ്യും, നട്ടലുണ്ട്. അതുപോലെ ഭവിഷ്യത്തുകളെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നില്ല. എന്ത് ഭവിഷ്യത്തുകളുണ്ടായാലും ശരി, ഞാൻ ശരി എന്ന് തീരുമാനിച്ച കാര്യം ചെയ്തിരിക്കും എന്നുള്ള ആ നിശ്ചയദാർഢ്യം ഒരു രാജ്യത്തെ തന്നെ സടകുടഞ്ഞെഴുന്നേക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും രാഷ്ട്രീയ ശൈലിയും അന്യരാജ്യങ്ങളിൽ അദ്ദേഹത്തിന് ഉള്ള, അന്യരാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ ഇടയിൽ മാത്രമല്ല, അന്യരാജ്യങ്ങളിലെ പ്രവാസികൾക്കിടയിൽ ഇദ്ദേഹത്തിനുള്ള ആ ഒരു അംഗീകാരം, ഇതൊക്കെ ഒരു വലിയ നേട്ടം തന്നെയാണ്. നിഷ്കാമ കർമ്മിയാണ് എന്നെനിക്ക് തോന്നുന്നു. ഈ ഗീതയിൽ പറഞ്ഞതുപോലെ കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്നുള്ളൊരു ശൈലിയാണ് ശ്രീ നരേന്ദ്രമോദിക്ക് ഉള്ളത്. തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, ഒരു കാക്ക കൊക്കിനെ കണ്ടു. കൊക്കിനോട് ചോദിച്ചു, എൻ്റെ കറുപ്പാണോ നിൻ്റെ വെളുപ്പാണോ കേമം? കൊക്ക് പറഞ്ഞു, നിൻ്റെ കറുപ്പും നല്ലതാണ്, എൻ്റെ വെളുപ്പും നല്ലതാണ്. അങ്ങനെ പറഞ്ഞപ്പോഴല്ലോ ജനങ്ങൾ എന്ത് പറയുന്നു എന്ന് പറഞ്ഞ് ഒരു വഴിയോരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്നു. ഒരു വഴിപോക്കാനും നോക്കി, ഒരു പക്ഷി മുൻപ് കറുത്തിരിക്കുന്നു, പുറകിൽ വെളുത്തിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, പുറം കൊണ്ട് 2, അകം കൊണ്ട് 1. എനിക്ക് തോന്നുന്നത് ഈ 2 പ്രധാനമന്ത്രിമാരും 2 രീതിയിൽ നമ്മുടെ രാജ്യത്തെ സേവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് തൻ്റെ ഇടവും നിശ്ചയദാർഢ്യവും നിസ്വാർത്ഥതയുമുള്ള അഴിമതിയില്ലാത്ത ഒരു പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് ഞാൻ ശ്രീ നരേന്ദ്രമോദിയെ ആദരിക്കുന്നു. സംസ്ഥാനത്ത് നിർമ്മിതി കേന്ദ്രത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? രാജ്യത്ത് പാർപ്പിടം ഇല്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ട്. ഒരു കൂരയില്ലാതെ വഴിവെക്കൽ കഴിയുന്ന, മഴയത്ത് കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് നിർമ്മിതി കേന്ദ്രം ഉണ്ടായത് തന്നെ. ഈ ഓക്കെ പോലെ ഒരു ദുരന്തം ഞാൻ ജില്ലാ കളക്ടറായിരുന്ന സമയത്ത് 1985 അവസാനം ഉണ്ടായി. കടലെടുത്ത് ധാരാളം ആളുകൾക്ക് വീട് പോയി. അത് അവരെ മാറ്റിപ്പാർപ്പിക്കണം. ആലപ്പാട് എന്നൊരു സ്ഥലമുണ്ട് കൊല്ലത്ത്. ഏതാണ്ട് 14 കിലോമീറ്ററോളം കടലിനും കായലിനും ഇടയ്ക്കുള്ള ഒരു ചെറിയ സ്ഥലമാണ്. അവിടെ കടൽ കയറി കഴിഞ്ഞാൽ എങ്ങോട്ടും ഓടി രക്ഷപ്പെടാൻ പോലും കഴിയില്ല. ആ സമയത്ത് കടലെടുത്ത് ധാരാളം ആളുകൾക്ക് വീട് പോയി.
അവരെ സ്കൂളുകളിൽ കൊണ്ട് പാർപ്പിച്ചു. പക്ഷേ സ്കൂളുകളിൽ അങ്ങനെ കൂടുതൽ നാൾ പാർപ്പിക്കാൻ അമ്മമാർ സമ്മതിക്കില്ല, കുഞ്ഞുങ്ങൾക്ക് പഠിക്കണ്ടേ. പക്ഷേ ഇവരെ എങ്ങോട്ട് തിരിച്ചയക്കും? അന്ന് ജില്ലാ കളക്ടർ എന്ന നിലയിൽ എൻ്റെ മുമ്പിലുള്ള ഒരു വലിയ സമസ്യയായിരുന്നു. ഗവൺമെൻറ് 6000 രൂപയാണ് അന്നൊരു ഒരു കെട്ടിടത്തിന് പണിയാൻ തരുന്നത്. അന്ന് അതിൻ്റെ ഇരട്ടി തുകയുണ്ടെങ്കിൽ ഒരു ചെറിയ വീട് പണിയാം. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതെങ്ങനെ സാധിക്കും? ഒരു കളക്ടർ എന്ന നിലയ്ക്ക് ഒളിച്ചോടാൻ പറ്റില്ല, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. അന്നേരമാണ് ചിലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യയെക്കുറിച്ച് കേട്ടു. അങ്ങനെ പലരെയും സമീപിച്ചു. സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവരെനിക്ക് ചിലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യ തന്നു. അതുകൊണ്ട് ആദ്യത്തെ 40 വീടുകൾ പണിതു. അപ്പോഴെൻ്റെ മനസ്സിൽ തോന്നി, ഇതെന്തുകൊണ്ട് ഒരു സ്ഥിരം സംവിധാനമാക്കിക്കൂടാ? അങ്ങനെയാണ് നിർമ്മിതി കേന്ദ്രം എന്ന പ്രസ്ഥാനം തുടങ്ങിയത്. ഇന്നത് ഇന്ത്യ ഗവൺമെൻറ് ദേശീയ പാർപ്പിട നയത്തിൻ്റെ ഭാഗമായി മാറ്റി. അതുപോലെ ഐക്യരാഷ്ട്ര സംഘടന ഇതിനെ ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസ്, ലോകോത്തമ മാതൃകയായി 4 വട്ടം തിരഞ്ഞെടുത്തു. മറ്റ് രാജ്യങ്ങളും നിർമ്മിതി കേന്ദ്രങ്ങൾ പോലുള്ള പ്രസ്ഥാനങ്ങൾ തുടങ്ങണം എന്ന് UN ആഹ്വാനം ചെയ്തു. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നിർമ്മിതി കേന്ദ്രം ഏത് ലക്ഷ്യത്തിന് വേണ്ടി തുടങ്ങിയോ ആ ലക്ഷ്യം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ വളരെ സമർത്ഥമായിട്ട് നടപ്പാക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങളിൽ എല്ലാവർക്കും പാർപ്പിടം, ചിലവ് കുറഞ്ഞതും പരിസ്ഥിതിക്ക് ഇണങ്ങുന്നതുമായ പാർപ്പിടം നൽകുക എന്ന് നിർമ്മിതി കേന്ദ്രം ഇത്രയും നാളായി ശ്രമിച്ചു വന്നത് അതിനാണ്. അതിൻ്റെ ഒരു ഫലം കണ്ടത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴാണ്. ആത്മകഥയിൽ ഉൾപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. എപ്പോഴെങ്കിലും അത് തുറന്നു പറയണം അല്ലെങ്കിൽ പറയാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ആത്മകഥയിൽ പല കാര്യങ്ങളും എഴുതിയിട്ടില്ല. എൻ്റെ ചുറ്റുപാടും ഞാൻ കണ്ട കാര്യങ്ങൾ, രാഷ്ട്രീയത്തിലെ കുതന്ത്രങ്ങൾ, അതുപോലെ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റം, അതുപോലെ അഴിമതി, ഒരിക്കലും അഴിമതി കാട്ടില്ല എന്ന് കരുതിയവർ പോലും കാട്ടുന്ന അഴിമതി, കേന്ദ്രത്തിൽ ചെന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ വിശേഷം അണുശക്തി വകുപ്പിൽ ചെന്നപ്പോൾ അതീവ രഹസ്യമായ രാജ്യ സുരക്ഷയ്ക്ക് ഉതകുന്ന സംവിധാനങ്ങൾ, അന്തർദേശീയ ഉടമ്പടികൾ ഒപ്പിടാൻ പോകുമ്പോൾ മറ്റ് രാജ്യങ്ങൾ കാണിക്കുന്ന കൗശലം, അതുപോലെ ഇവിടെ ചില വ്യക്തികൾ കാട്ടിയ ദുരാഗ്രഹം, രാഷ്ട്രീയത്തിൽ അവർ കൈപിടിച്ച് കയറ്റിയവരെ കൈവലിച്ച് താഴെയിടാൻ ശ്രമിച്ച ശ്രമങ്ങൾ, ഇങ്ങനെ പലതും കണ്ടിട്ടുണ്ട്. അത് ആത്മകഥയിൽ എഴുതണമോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ ഞാൻ ഓർത്തു, ഇതൊക്കെ ഞാൻ അറിയാൻ കഴിഞ്ഞത് ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ്, ഒരു വ്യക്തി എന്ന നിലയിലല്ല. ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അറിയാൻ കഴിഞ്ഞ രഹസ്യങ്ങൾ അത് അച്ചടിച്ച് വിറ്റ് പുസ്തകം ചിലവാക്കുന്ന ആ പ്രവണത തെറ്റാണ് എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് പല കാര്യങ്ങളും പറയാതിരുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജനങ്ങളോടൊരു സത്യസന്ധത വേണമല്ലോ, ഒരു പ്രതിബദ്ധത വേണമല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറയാത്ത കാര്യങ്ങൾ പറയണം എന്നുണ്ട്, അത് പറയുകയും ചെയ്യും. ലേബർ വകുപ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ മാറ്റം എന്തായിരുന്നു സർ? അന്ന് ലേബർ വകുപ്പിന് ഉണ്ടായിരുന്ന ഏറ്റവും നല്ല ഭാഗ്യം എന്ന് പറയുന്നത് ഈ തൊഴിലാളികളെക്കുറിച്ച് അറിയുകയും ജനങ്ങളെ വിശ്വസിക്കുകയും മനുഷ്യത്വം കാട്ടുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ശ്രീ നായനാർ. അതുപോലെ തൊഴിലാളികളിൽ നിന്നും ഉയർന്നു വന്ന ഒരു തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ VP രാമകൃഷ്ണപിള്ള. ഇവരെനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നു. അതുകൊണ്ട് തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളി യൂണിയൻ നേതാക്കളുമായ എല്ലാം അങ്ങോട്ട് ചെന്ന് നല്ല ബന്ധം സ്ഥാപിക്കുന്ന ഒരു ശൈലി എനിക്കുണ്ട്. ഇന്നും എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, തൊഴിലാളി ഇല്ലെങ്കിൽ മുതലാളിയില്ല എന്ന് മുതലാളിമാർക്കും, മുതലാളിയില്ലെങ്കിൽ തൊഴിലാളിയില്ല എന്ന് തൊഴിലാളികൾക്കും, മുതലാളിയും തൊഴിലാളിയും ഇല്ലെങ്കിൽ വ്യവസായമില്ല എന്ന് എല്ലാവർക്കും, വ്യവസായമില്ല എങ്കിൽ പുരോഗതിയില്ല എന്ന് ജനങ്ങൾക്കും അറിയാം. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളി നടത്തുമെന്നുണ്ടെങ്കിലും ഒരു ടേബിളിൻ്റെ ചുറ്റും, ഒരു മേശയ്ക്ക് ചുറ്റും കൊണ്ട് ഇരുത്തി കൂടിയാലോചനയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ ഇവരൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ തൊഴിലാളികളെല്ലാം മുട്ടാളന്മാരാണ് എന്ന് പറയുന്നതിൽ ശരിയല്ല. പക്ഷെ അവർക്ക് അവരുടെ അവകാശത്തെക്കുറിച്ച് നല്ല ബോധവാന്മാരാണ്. എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം, നമ്മുടെ തൊഴിലാളി നേതാക്കൾ ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ ആ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ചിട്ടാണ് വരുന്നത്. സുപ്രീം കോടതിയിൽ തൊട്ട് മുൻപ് നടത്തിയ നിയമം പോലും തീരുമാനം പോലും അവർക്കറിയാം. അന്ന് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചു. ഒന്ന്,
തൊഴിലാളികൾക്ക് മാത്രമായൊരു ബാങ്ക്, ഒരു തൊഴിൽ അക്കാഡമി, അതുപോലെ പരിഹാര വേദികൾ, അതുപോലെ ലേബർ അതോറിറ്റി, ലേബർ ബാങ്ക്, ലേബർ സൊസൈറ്റി, ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാൻ, തൊഴിലാളികളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി IIT തലത്തിലുള്ള എഞ്ചിനീയറിംഗ് സ്ഥാപനവും IIM തലത്തിലുള്ള മാനേജ്മെൻറ്റ് സ്ഥാപനവും കോളേജുകളുമൊക്കെ ഉൾപ്പെട്ട ഒരു സമുച്ചയം, ഇതൊക്കെ കൊണ്ടുവന്നു. അംഗീകാരം കിട്ടി, ദേശീയ തലത്തിൽ അംഗീകാരം കിട്ടി. ILO ഇതിനെ മാനിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തൊഴിൽ മന്ത്രി ശ്രീ VP രാമകൃഷ്ണൻ മുൻകൈയെടുത്ത് കേരളത്തെ ബാലവേല നിരോധിത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനും അതിനായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം തന്ന ആളുകളാണ് ഈ തൊഴിൽ പോയി ചെലവഴിച്ചത് എന്ന് ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഇപ്പം മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ അല്ലെങ്കിൽ കുറ്റബോധം തോന്നിയ നിമിഷം എന്തെങ്കിലും ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? വലിയ കുറ്റബോധം തോന്നിയ ഒരു കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഔദ്യോഗിക ജീവിതം എന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുമ്പോൾ ഇന്നലെ രാഷ്ട്രീയ കക്ഷിയിൽ ചേർന്ന് എനിക്കെന്ത് രാഷ്ട്രീയ ജീവിതം എന്ന് തോന്നാം. പക്ഷേ 17ാമത്തെ വയസ്സിൽ ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അന്ന് 2 പ്രബല വിദ്യാർത്ഥി സംഘടനകളാണ് കേരളത്തിലുള്ളത്. ഇന്നും അവർ തന്നെയാണെന്ന് തോന്നുന്നു, SFIയും KSUവും. ഈ 2 സംഘടനകളിൽപ്പെട്ട ഒരാൾക്ക് അന്ന് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിക്കാൻ കഴിയും. പക്ഷേ ഞാൻ 2ലും പെടാതെ ഞാൻ സ്വതന്ത്രനായി നിന്നു. ഞാൻ ജയിച്ചു. മാന്നാനം KE കോളേജിൽ ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായി. അതുവരെ ഞാനൊരു മിതവാദി ഒക്കെ ആയിരുന്നു എന്നാണ്, നല്ല കുട്ടി, ഗുഡ് ബോയ് എന്നുള്ള സർട്ടിഫിക്കറ്റ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അല്പം വീറും ഒക്കെ കാട്ടണം. അങ്ങനെ ബസ്സിനിട്ട് കല്ലെറിഞ്ഞ കേസിൽ 1ാം പ്രതിയായി ഒളിവിൽ പോയി. തിരിച്ചു വന്നപ്പോൾ എന്നെ കൈപിടിച്ച് വളർത്തിയ പ്രിൻസിപ്പൽ പപ്പയാസച്ചനെ ഖരാവോ ചെയ്തു. ഞാനൊരു വലിയ ഹീറോ ആണെന്നാണ് അന്ന് എൻ്റെ ധാരണ. പക്ഷേ അന്ന് രാത്രി കിടന്നപ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ പിന്നീട് ഒരു വിപ്ലവ കക്ഷിയുടെ ചായ്വുള്ള ആളായിരുന്നു. അച്ഛൻ, അമ്മുമ്മ, സഹോദരി സഹോദരന്മാർ ഇവരാരും എന്നോടൊരു അക്ഷരം മിണ്ടിയില്ല. അന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. ഞാൻ ആ തെറ്റ് ഏറ്റെടുത്തു. ഞാൻ എല്ലാവരെയും വിളിച്ചു കൂട്ടി. പ്രിൻസിപ്പൽ അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിച്ചതിൽ ഞങ്ങൾ അദ്ദേഹത്തോട് നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു. അദ്ദേഹം ഞങ്ങളോട് ക്ഷമിച്ചു. വീണ്ടും ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ മേടുകളൊക്കെ ആയിട്ട് തുടർന്നു. ഒരിക്കൽ അദ്ദേഹം എന്നെ പള്ളിമുറ്റത്ത് വെച്ച് കണ്ടപ്പോൾ വിളിച്ച് പള്ളിയിൽ കയറ്റി. എന്നിട്ട് പ്രാർത്ഥിച്ചു. തിരികെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്കൊരു നല്ല ഭാവിയുണ്ട്, നീയായിട്ട് മോനെ അത് കളയരുത് എന്ന്. എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടായെങ്കിൽ, സാധാരണ മഹാന്മാരുടെ ജീവിതത്തിലേക്കാണ് വഴിത്തിരിവ്. ഞാൻ മഹാനല്ലാത്തതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ അറിയാതെയെങ്കിലും മനസ്സിനെ നോവിച്ച പപ്പയാസച്ചൻ, അദ്ദേഹത്തോട് ഞാൻ ചെയ്തത് ഒരു വലിയ തെറ്റാണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇതെല്ലാം ക്ഷമിച്ച് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയും വരെ അദ്ദേഹം എനിക്ക് ആ സ്നേഹം തന്നിരുന്നു. എൻ്റെ മനപ്രയാസം ഉണ്ടാക്കിയ ഒരു വ്യക്തിപരമായ ജീവിതത്തിലൊരു വീഴ്ചയായിട്ട് എനിക്കെടുത്ത് പറയാനുള്ളത് ഇത് മാത്രമാണ്. എങ്ങനെയാണ് സാഹിത്യത്തിൻ്റെയും എഴുത്തിൻ്റെയും ലോകത്തെത്തിയത്? ആരായിരുന്നു പ്രചോദനം? ഞാനൊരു സാഹിത്യ വിദ്യാർത്ഥിയായിരുന്നു. BA മുതൽ സാഹിത്യ വിദ്യാർത്ഥിയായിരുന്നു. എൻ്റെ മുത്തശ്ശി ഞങ്ങൾ 8 സഹോദരി സഹോദരന്മാരായിരുന്നു. ചെറിയ കുടുംബമായിരുന്നു, 8 പേരുകൾ. അപ്പോൾ അന്ന് ടെലിവിഷനൊന്നുമില്ല, വീട്ടിൽ ഫാൻ പോലുമില്ല, ആകെ ഒരു ഫാനാണ് ഉള്ളത്. അന്ന് വൈകിട്ട് ഉഷ്ണകാലത്ത് എല്ലാവരും വീടിൻ്റെ ചുറ്റുവരാന്ത ഉണ്ട്, അവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ മുത്തശ്ശി പറയും, അതും ഇതും പറഞ്ഞ് സമയം കളയരുത്, അക്ഷരശ്ലോകം ചെല്ലാൻ പറയും. അപ്പോൾ ഈ അക്ഷരശ്ലോക സദസ്സുകളിൽ നിന്നാണ് കൂടുതൽ കവിതകൾ പഠിക്കാനും സാഹിത്യത്തിലേക്കാനും ഒരു പ്രചോദനം ഉണ്ടായത് എന്ന് തോന്നുന്നു. പിന്നീട് ഗൗരവമായി എഴുത്ത് തുടങ്ങിയത് NV കൃഷ്ണവാര്യർ സാർ. അദ്ദേഹം അന്ന് കൊല്ലത്ത് കുങ്കുമം പത്രാധിപരാണ്. ഞാൻ ആ സമയത്ത് അവിടെ കളക്ടറാണ്. പല പൊതുയോഗങ്ങളിലും ഒന്നിച്ചു പോകാറുണ്ട്. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമായിരുന്നു, വാത്സല്യമായിരുന്നു. ഒരിക്കൽ കാറിൽ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, കളക്ടർ നല്ലതുപോലെ പ്രസംഗിക്കുമല്ലോ, എന്താ എഴുതാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ സമയം കിട്ടുന്നില്ല. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, സമയം കിട്ടിയിരുന്നെങ്കിൽ ഞാനൊരു ആധ്യാത്മ രാമായണം എഴുതുമായിരുന്നു എന്നൊരു ധ്വനി അതിലുണ്ടല്ലോ എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, എഴുതാൻ സമയം വേണ്ട, മനസ്സ് മതിയെന്ന്. അതൊരു വലിയൊരു എഴുത്തിരി തന്നെയായിരുന്നു. എഴുതാൻ സമയം വേണ്ട, മനസ്സ് മതി.
മനസ്സുണ്ടെങ്കിൽ എഴുത്ത് താനേ വരും. പോയട്രി ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് എന്ന് ക്ലാസ് മുറികളിൽ പഠിച്ചതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിരുന്നില്ല. ഇപ്പോൾ ഞാനും വേർഡ്സ്വർത്തിനൊപ്പം പറയുന്നു, പോയട്രി ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. നമ്മുടെ മനസ്സിലെ ശക്തമായ വികാരങ്ങളുടെ നൈസർഗികമായ പ്രവാഹമാണ് കവിത, സാഹിത്യം. അതുകൊണ്ട് കൃഷ്ണവാര്യർ സാർ പറഞ്ഞതുപോലെ സാഹിത്യത്തിന് രചന നടത്താൻ സമയം വേണ്ട, മനസ്സ് മതി. വ്യക്തിജീവിതത്തിൽ ഏറ്റവും സങ്കടകരമായ ഒരു നിമിഷം അതെപ്പോഴായിരുന്നു? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കടകരമായ നിമിഷം ഞങ്ങളുടെ ജീവനായ ഞങ്ങളുടെ മകൾ ലക്കി എന്ന് വിളിക്കുന്ന നന്ദിത മോൾ എൻ്റെ കൺമുമ്പിൽ വെച്ച് സ്വർഗ്ഗലോകത്തേക്ക് പറന്നു പോയപ്പോഴാണ്. എല്ലാ മാതാപിതാക്കളും പറയുന്നത് പോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരു മാലാഖക്കുട്ടി തന്നെയായിരുന്നു. അവൾ മിടുക്കിയായിരുന്നു, നല്ല നർത്തകിയായിരുന്നു, അവൾ നല്ല ചിത്രകാരിയായിരുന്നു, നമ്മുടെ സംസ്കാരത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ട് പഠിച്ചവളായിരുന്നു. അവൾ 18-ാം വയസ്സിൽ അവൾ കല്യാണം കഴിച്ചു പോയി. ഒരു ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അവർ ജർമ്മനിയിൽ അദ്ദേഹം കോൺസൽ ജനറൽ ആയിരുന്ന വേളയിൽ അന്നൊക്കെ മോളെ അവിടെ അറിയപ്പെട്ടിരുന്നത് തന്നെ കൾച്ചറൽ അംബാസഡർ ഓഫ് ഇന്ത്യ എന്ന രീതിയിലായിരുന്നു. കാരണം ഇന്ത്യൻ സംസ്കാരത്തെയും ഇന്ത്യൻ കലയെയും കുറിച്ച് മറ്റുള്ളവരോട് പറയാനും നൃത്തം കാട്ടാനും ഒക്കെ അവൾ ശ്രദ്ധിച്ചിരുന്നു. അവൾ ഞങ്ങളെ കാണാൻ വരുന്ന വഴിയിൽ വെച്ച് അമ്മയെ വിളിച്ച് പറഞ്ഞു, എനിക്ക് വല്ലാതെ വേദനിക്കുന്നു. അപ്പോൾ ചെറിയ വേദന വന്നാലും അമ്മയെ വിളിക്കുന്നവളാണ്. അതുകൊണ്ട് പറഞ്ഞു, ഏതെങ്കിലും പെയിൻ കില്ലർ കഴിക്കുമ്പോളെ. പക്ഷെ അവൾക്ക് എയർപോർട്ടിൽ എത്താൻ പോലും കഴിഞ്ഞില്ല. തിരികെ വന്നു. അവൾക്ക് ക്യാൻസറാണ് എന്ന് കണ്ടുപിടിച്ചു, ചികിത്സിച്ചു, ഭേദമായി എന്ന് പറഞ്ഞു. വീണ്ടും വന്നു. അവൾ അമേരിക്കയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറി. 1 വർഷത്തിലധികം ലോകത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ലോവൻ കെറ്ററിംഗ് ആശുപത്രിയിൽ എല്ലാ രീതിയിലുള്ള ചികിത്സയും കിട്ടി. പക്ഷേ അവളെ രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അവളുടെ നിയോഗം എത്രയും പെട്ടെന്ന് തീർത്തു. അവൾ ICUയിലേക്ക് പോകുന്ന വഴി അവൾ പറഞ്ഞു, അച്ഛാ, ഡോക്ടർമാരോട് പറഞ്ഞു, ഐ വാണ്ട് ടു ലീവ്, പ്ലീസ് ഡോണ്ട് കൗണ്ട് മീ ഔട്ട് എന്ന്. എന്നിട്ട് ഒരച്ഛനിൽ മകൾക്കുള്ള വിശ്വാസം അവൾ പറഞ്ഞു, അച്ഛാ, ഇവരോട് പറയണം, എനിക്ക് ജീവിക്കണം, എന്നെ എഴുതി തള്ളരുത് എന്ന്. അവൾ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് പോയി. ഞങ്ങൾ തീവ്ര ദുഃഖത്തിലേക്കുമായി. എൻ്റെ കൺമുമ്പിൽ വെച്ച് എൻ്റെ മോൾ പോയി. തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾ ആ ക്വസ്റ്റ്യനിലൊക്കെ പോകില്ലായിരുന്നു. ഞങ്ങളോട് ക്ഷമിക്കണം. ഇത്രയും നേരം കർമ്മ ന്യൂസിന് വേണ്ടിയിട്ട് സാറ് ജീവിതത്തിൻ്റെ കുറച്ച് ഭാഗം ഞങ്ങൾക്ക് വേണ്ടി തന്നു. ഒരുപാട് നന്ദി. താങ്ക് യു.